വാർത്തകൾ വിശദമായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടി റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വോട്ട് നീക്കിയത് ചട്ടപ്രകാരമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈഷ്ണയും പരാതിക്കാരനായ ധനേഷും ഹിയറിംഗിന് ഹാജരായത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, നിർണായകമായ ഒരു ഉത്തരവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നൊരു ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, അത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് രാവിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോഴിക്കോട് സംബന്ധിച്ച് തിരിച്ചടിയാണെങ്കിൽ വൈകുന്നേരമായപ്പോഴേക്കും അത് ആശ്വാസത്തിന്റെ വാർത്തയായി മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് വൈഷ്ണ മത്സരിക്കുന്നത്. ആ പത്രിക നൽകാം എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ബുധനാഴ്ചക്കകം ഉത്തരവിറക്കണമെന്ന കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത്, ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വൈഷ്ണയ്ക്ക് പത്രിക സമർപ്പിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ മത്സരിക്കുന്നത്. ഇതൊരു തൻ്റെ വൈഷ്ണയുടെ അഡ്രസ്സിലെ ഒരു ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്ക്, ചെറിയൊരു തെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു പരാതി നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് വൈഷ്ണയുടെ പേര് ഈ വൈഷ്ണയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവ് വൈഷ്ണയുടെ ഹർജിയിൽ ഇവർക്ക് രൂക്ഷമായൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ കേസ് ഹർജി പരിഗണിച്ചത്. അതായത് 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവർക്ക് സ്ഥാനാർത്ഥിയാകാൻ അവസരം നിഷേധിക്കരുത്, അത് അവരുടെ ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വൈഷ്ണയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു നടപടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയാണ്, UDF സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ. ഇതിനകം തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു. ശക്തമായ മത്സരമാണ് നടക്കുന്നതെന്നാണ് നമുക്ക് ശക്തമായ മത്സരത്തിന് ഒരു സാക്ഷിയാകുന്ന ഒരു മണ്ഡലമാണ് ഈ മുട്ടട വാർഡ് എന്ന് പറയുന്നത്. ഏതായാലും മുട്ടട വാർഡിൽ തന്നെ പത്രിക നൽകാം എന്ന് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ആ വോട്ട് വെട്ടിമാറ്റിയ നടപടി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് തന്നെ പേര് പുനഃസ്ഥാപിച്ച് കമ്മീഷനെ അറിയിക്കണമെന്നടക്കമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും അത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു. അതായത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ബുധനാഴ്ചക്കകം ഈ ഒരു വിഷയത്തിൽ ഉത്തരവ് ഇറക്കണം എന്നുള്ള കർശന നിർദ്ദേശം. ഇപ്പോൾ KSU സംസ്ഥാന പ്രസിഡന്റായ അലൂഷ്യസ് സേവ്യർ നമ്മളോടൊപ്പം ചേരുന്നു. അലൂഷ്യസ്, നിർണായകമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിഷയം സ്വാഭാവികമായിട്ടും തുടക്കം വൈഷ്ണ എന്ന് പറയുന്ന കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി മത്സര രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെ വലിയ ഭയാശങ്കയോടുകൂടി കണ്ട CPIM ഏതു വിധേനയും വൈഷ്ണയെ മാനസികമായി തളർത്തുക എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളെല്ലാം കേരളീയ പൊതുസമൂഹം നോക്കിക്കണ്ടതാണ്. ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വന്നു. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈഷ്ണയ്ക്ക് നാമനിർദ്ദേശ പത്രിക മത്സരിക്കാം എന്ന തരത്തിലേക്ക് ഒരു ഉത്തരവ് ഇറങ്ങുമ്പോൾ ഇത് CPMനെ ഏറ്റ കനത്ത പ്രഹരമായിട്ട് ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. കാരണം ജനാധിപത്യ പ്രക്രിയയെ എല്ലാവിധത്തിലും ജനാധിപത്യപരമായ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കരുത് എന്ന CPMന്റെ ഒരു ദുഷ്ടലാക്കാണ് വൈഷ്ണയുടെ വോട്ട് കിട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയത്. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനം വരുമ്പോൾ അതിനെ വളരെ പോസിറ്റീവായി തന്നെ ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു അനുകൂലമായ ഒരു വിധി വരും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് അന്നുണ്ടായ നിരീക്ഷണം തന്നെ വളരെ പോസിറ്റീവായി തന്നെയാണ് വന്നത്. കാരണം കേവലം 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഇലക്ഷൻ കമ്മീഷനും അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ എല്ലാവരും ചെയ്യേണ്ടത്. മറിച്ച് ഇവിടെ ഏതു വിധേനയും വൈഷ്ണ മത്സരിക്കരുത് എന്ന ഒരു തീരുമാനം എടുത്ത മട്ടിലായിരുന്നു CPMന്റെ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാം ഇടപെടലുകൾ ഇതുമായി ഉണ്ടായത്. എന്നിരുന്നാലും
40 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷനിൽ അവർക്ക് വികസനത്തെ പറ്റി യാതൊന്നും സംസാരിക്കാനില്ലാത്ത സാഹചര്യത്തിലാണ് വൈഷ്ണ എന്ന് പറയുന്ന ചെറുപ്പക്കാരിയെ മാനസികമായി തളർത്തുക, സ്ഥാനാർത്ഥിയിൽ നിന്ന് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് CPM മുന്നോട്ട് പോയത്. എന്നാലും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ കേരള പൊതുസമൂഹം ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം കോടതിയുടെ നിരീക്ഷണമെല്ലാം വളരെ പോസിറ്റീവായി വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ തീരുമാനത്തെ എല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നല്ല രീതിയിൽ വൈഷ്ണ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ. ഈ ഒരു പത്രിക സമർപ്പിക്കാനായിട്ടുള്ള തീരുമാനങ്ങളടക്കം ഇപ്പോൾ എടുത്തിട്ടുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവിടെ പ്രാദേശികമായ തലങ്ങളിൽ അതിന്റെ കോർഡിനേഷനുകൾ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അത് വരും മുറയ്ക്ക് അത് കൂടുതലായി മാധ്യമങ്ങളെ അറിയിക്കുന്നതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ അലോഷ്യസ് സേവ്യർ. ഫൈസൽ അസീസ് ചേർന്നു. ഫൈസൽ, ഈ ഒരു വിഷയത്തിൽ അനുകൂലമായ ഒരു വിധി ലഭിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യർ അടക്കം നമ്മളോട് പറഞ്ഞത്. ഫൈസൽ, തുടരാം. തീർച്ചയായും ദീപ്തി, അത് തന്നെയാണ്. അതായത് ഈ കോടതിയുടെ ഒരു നിരീക്ഷണം പുറത്തു വന്നപ്പോൾ തന്നെ വൈഷ്ണയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്ന ഒരു വിധി തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്ന്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിയായ ഈ ഒരു വൈഷ്ണയുടെ ഒരു അഡ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയൊരു തെറ്റ് അതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വൈഷ്ണയെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ വൈഷ്ണ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നത്. അങ്ങനെ ആ ഹൈക്കോടതിയെ സംബന്ധിച്ച് ഹൈക്കോടതി അനുകൂല വിധി വാങ്ങിയെടുക്കുകയും ചെയ്തു. ഈ CPM ഈ പരാതി നൽകിയ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ഹാജരാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ വൈഷ്ണയ്ക്ക് സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു വിധി എന്ന് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ VM ബിനുവിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതിയുടെ ഭാഗത്ത് വലിയൊരു തിരിച്ചടി, അത് കോൺഗ്രസിനെ വളരെയധികം ഒരു പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു ഉത്തരവിൽ കോൺഗ്രസിന് അല്പമെങ്കിലും ഒരു ആശ്വാസം എന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അലോഷ്യസ് സേവ്യർ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പ്രതികരിച്ചു. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞതുപോലെ വിധി അനുകൂലമായതിൽ സന്തോഷമെന്ന് തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായി മാറിയിരിക്കുകയാണ് വൈഷ്ണയുടെ വിധി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. വൈഷ്ണയ്ക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വോട്ട് നീക്കിയത് ചട്ടപ്രകാരമല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈഷ്ണ പരാതിക്കാരനായ ധനേഷും ഹിയറിംഗിന് ഹാജരായത്. ഇപ്പോൾ അനുകൂലമായ ഒരു ഉത്തരവ് തന്നെയാണ് വന്നിരിക്കുന്നത്. മുട്ടട വാർഡിൽ നിന്ന് തന്നെയായിരിക്കും വൈഷ്ണ മത്സരിക്കാനുള്ള ഒരു ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടി അടക്കം റദ്ദാക്കിയ നടപടി ഇപ്പോൾ റദ്ദാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വോട്ട് നീക്കിയത് ചട്ടപ്രകാരമല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത്.